സയൻസ്, അതുപോലെ തന്നെ GK, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു മെത്തേഡ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന തരത്തിൽ തന്നെയായിരുന്നു അൽഹംദുലില്ലാ നമുക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതിന്റെ നോട്ട് ഇൻഷാല്ലാ ഈ ഒരു ക്ലാസ്സിന് ശേഷം നമ്മൾ ഗ്രൂപ്പിൽ അയക്കാം. കുറച്ചൊരു സാങ്കേതിക കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിലവിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന്റെ ആൻസേഴ്സ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ നോട്ട് ഞാൻ പിന്നീട് തരാം. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, കുറച്ച് വ്യക്തിപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പരിചരിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ഞാൻ പറയുന്ന എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, നമ്മൾ പലരും പഠിച്ച വിഷയങ്ങളാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടാവും. MC ജോസഫ്, വൺ ഓഫ് ദി ഫേമസ് ലീഡേഴ്സ് ഓഫ് റിനേസൻസ് ഇൻ കേരള. ഇത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലേസ് എവിടെയാണ്, സ്ഥലം എവിടെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും. പിറവം, പൊൻകുന്നം, തൃപ്പൂണിത്തറ, തിരുവല്ല, ഏതാണ് ആൻസർ? നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാ, കമന്റ് ചെയ്യാ, എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, ഇതില് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി തൃപ്പൂണിത്തറ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഫൈൻ. MC ജോസഫ് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അദ്ദേഹത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അദ്ദേഹം പ്രധാനമായിട്ടും യുക്തിവാദി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ സഭ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കാര്യങ്ങളെ എതിർത്തിരുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു MC ജോസഫ്. റിലീജിയസ് ആയിട്ടുള്ള റൂൾസ്, അതുപോലെ തന്നെ ഡിവൈൻ മിറാക്കിൾസ്, അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അദ്ദേഹം. ഇനി ഇദ്ദേഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും പേര് പറയാൻ കഴിയുമോ? ആ കാലഘട്ടത്തിൽ 1887, 1981 അതാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിതകാലം. 19ാം നൂറ്റാണ്ട് അവസാന സമയത്ത് വളരെ ഫേമസ് ആയ മറ്റൊരു യുക്തിവാദി ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും? അതെ, സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. മാത്രമല്ല സഹോദരൻ അയ്യപ്പന്റെ മാഗസിൻ, എന്താ സഹോദരൻ അയ്യപ്പന്റെ മാഗസിന്റെ പേര്? യുക്തിവാദി. യുക്തിവാദി മാഗസിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിച്ച ഒരാളാണ്. ഓക്കെ, ഇദ്ദേഹം യുക്തിവാദി എന്ന് MC ജോസഫ് അറിയപ്പെടുന്നുണ്ട്. ഇനി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഇദ്ദേഹത്തെ വിളിച്ചത് പോപ്പ് ഓഫ് റാഷണലിസ്റ്റ് എന്നാണ്. പോപ്പ് ഓഫ് റാഷണലിസ്റ്റ്, അതായത് യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്നാണ് MC ജോസഫ് അറിയപ്പെടുന്നത്. അങ്ങനെ വിളിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ആണ്. ഓക്കെ, ഇതിന് നോട്ട് ഞാൻ പിന്നീട് തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം ജനിച്ച തൃപ്പൂണിത്തറയാണ്. 1887, 1981 ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാഗസിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. യുക്തിവാദി എന്ന് വിളിക്കപ്പെടുന്നു. യുക്തിവാദികളുടെ മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് ഓഫ് റാഷണലിസ്റ്റ് എന്ന് അദ്ദേഹത്തെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വിളിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഇൻ റിലേറ്റഡ് ടു വൈകുണ്ഠ സ്വാമികൾ? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണെന്നാണ്. ഏതാണ് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് ശരിയായ പോയിന്റ്സ്? He founded Samatva Samajam, Atmanudabam and Darshanamala are his important works. He organized Kallumala agitation. He made mirror consecration.
ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇദ്ദേഹം ഫൗണ്ട് ചെയ്താണ് എന്ത്, സമത്വ സമാജം. ഓക്കെ, വൈകുണ്ഠ സ്വാമികൾ അല്ലെ, വൈകുണ്ഠ സ്വാമികൾ നിരവധി പേരുകളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ആദ്യകാലത്തെ പേര് മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു. പക്ഷെ ഒരു ഹൈ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ സമ്മർദ്ദം കാരണം മുത്തുക്കുട്ടി എന്ന് പേരിട്ടു. പിന്നീട് അദ്ദേഹം വൈകുണ്ഠർ എന്ന നാമം സ്വീകരിച്ചു. പിന്നെ അയ്യാ വൈകുണ്ഠർ, വൈകുണ്ഠ സ്വാമികൾ എന്നൊക്കെ വിളിക്കപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. എവിടെയാണ് അത് നടത്തിയെന്നറിയാം? മരുത്വാമലയിൽ. മരുത്വാമലയിലാണ്. ഓക്കെ, ഗുഡ്, ഫൈൻ. പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു സംഘടനയുണ്ട്, സമത്വ സമാജാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മറ്റൊരു സഹോദര്യവും അതുപോലെ തന്നെ തുല്യ അവകാശമൊക്കെ നേടുന്നതിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ പേരറിയോ? ഓക്കെ, അതിന്റെ പേര് തുവയൽ തപസ് എന്നാണ്. തുവയൽ തപസ്. ഓക്കെ. ഇനി ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കേൾക്കാൻ കഴിയും. ഏതാണ് വിപ്ലവം? പറഞ്ഞോളൂ. സമപന്തി ഭോജനം ഇവരുടേതല്ലേ? അതെ അതെ അതെ, ഞാൻ പറഞ്ഞ മറ്റൊരു വിപ്ലവവുമായി ബന്ധപ്പെട്ടുണ്ടോ? ചാന്നാർ. അതെ അതെ, ചാന്നാർ വിപ്ലവം. അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അല്ല, വളരെ 1822 ആണ് കേട്ടോ. 1822 ചാന്നാർ റിവോൾട്ട് സ്റ്റാർട്ട്. ചാന്നാർ, അതായത് നമ്മൾ ഓരോ റിനൈസൻസ് ലീഡേഴ്സും ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി പ്രത്യേകമായിട്ട്, അവർ ടോട്ടൽ എല്ലാവർക്കും വേണ്ടിയാണെങ്കിലും ഒരു സമുദായത്തെ പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഒന്നുകിൽ സ്വസമുദായമാകാം, അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും അധികം അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമുദായമാകാം. അപ്പോൾ ഇദ്ദേഹം ചാന്നാർ സമുദായം അല്ലെങ്കിൽ നാടാർ എന്ന് പറയുന്ന സമുദായവുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഈ പറയുന്ന അദ്ദേഹം നാഗർകോവിലാണ് ജനിച്ചത്, സ്വാമിത്തോപ്പ് എന്ന സ്ഥലം. അവിടുന്ന് ഇങ്ങോട്ട് തിരുവിതാംകൂറിന്റെ ആ ഒരു തെക്കൻ ഭാഗങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നാഗർകോവില്, കന്യാകുമാരി, ഇങ്ങനെ തിരുവനന്തപുരം എന്ന് പറയുന്ന തിരുവനന്തപുരം, ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വളരെ കൂടുതലുള്ള ഒരു സമുദായമായിരുന്നു നാടാർ ഹിന്ദു സമുദായം എന്നുള്ളത്. അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട്. ആത്മാനുതാപ ദർശനമാലയം ആരുടെ ബുക്സ് ആണ്? ശ്രീനാരായണ ഗുരു. ക്ലിയർ ആയില്ല കേട്ടോ, പറഞ്ഞത് ക്ലിയർ ആയില്ല. ശ്രീനാരായണ ഗുരു. ദർശനമാല ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. ആത്മാനുതാപം ചാവറച്ചൻ. ശ്രീനാരായണ ഗുരു. ആത്മാനുതാപം ശ്രീനാരായണ ഗുരുവിന്റെ അല്ല, ചാവറച്ചന്റെ അല്ലേ? ചാവറച്ചൻ. അതെ അതെ അതെ. ഓക്കെ, ഫൈൻ. ദെൻ കല്ലുമാല സമരം ഓർഗനൈസ് ചെയ്താരാ? അയ്യങ്കാളി. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആണ്, കാരണം ആത്മാനുതാപവും ദർശനമാലയും നമ്മൾ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ്. അങ്ങനെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. കല്ലുമാല സമരവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ കണ്ണാടി പ്രതിഷ്ഠ പല ആളുകളും നടത്തിയിട്ടുണ്ട്. പൊതുവെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്ന വെച്ചാൽ നമ്മൾ തന്നെയാണ് അവിടുത്തെ ദൈവം, അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി അല്ലെങ്കിൽ ദൈവം എന്നുള്ളത് നമ്മൾ തന്നെയാണ്. അതിനാണ് കണ്ണാടി വെക്കണം. അതിന് മുന്നിൽ തൊഴാൻ പോകുന്ന ആളുകൾക്കൊക്കെ അവരെ തന്നെ സ്വയം കാണുക. അപ്പൊ അങ്ങനെ ഒരു ദൈവസങ്കല്പമായിരുന്നു. അയ്യാ വഴി എന്നാണ് ഈ ഒരു വൈകുണ്ഠ സ്വാമികളുടെ റിലീജിയൻ എന്ന് പറയുന്നത്. അയ്യാ വഴി അവരെ സ്ഥാപിക്കുന്ന അവരുടെ ആരാധനാലയങ്ങൾക്ക് ഒരു പേര് പറയാം. എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പതികൾ. പതികൾ എന്നല്ല,
ഈ ഒരു നിഴൽത്തങ്ങൾ നിഴൽ താങ്കൾ എന്നാണ്. നിഴൽ താങ്കൾ, അതായത് നിങ്ങൾ തന്നെയാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നൊരു കൺസെപ്റ്റ് ആണ് അതിൽ വരുന്നത്. നിഴൽ താങ്കൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ലാർജസ്റ്റ് നോവൽ ഇൻ മലയാളം ലിറ്ററേച്ചർ. മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ അതെ അതെ, ആരുടെയാണ് അവകാശികൾ? വിലാസിനിയാണ്. അത് 1200ഓളം പേജ്. വിലാസിനിയുടെ യഥാർത്ഥ നാമം എന്താ? ആർക്കെങ്കിലും അറിയോ? വിലാസിനിയുടെ യഥാർത്ഥ നാമം MK മേനോൻ എന്നാണ്. MK മേനോൻ. ഓക്കെ, ചെമ്മീൻ ആരുടെയാണ്? തകഴിയുടെ ആണ്. ഒരു സങ്കീർത്തനം പോലെ രണ്ടിടങ്ങഴി മറ്റൊരു നോവലുണ്ട്. മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? കയറാണ്. കയർ. അപ്പൊ വിലാസിനി കഴിഞ്ഞാൽ കയറാണ് കേട്ടോ. ഏറ്റവും വലിയ നോവല് വിലാസിനി, അതിന് തൊട്ട് താഴെ കയറാണ്. 900ഓളം പേജുകളാണ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. കുട്ടനാടിന്റെ ഒരു 3 തലമുറകളുടെ കഥ പറയുന്നതാണ് കയർ. വലിയ ബുക്കാണ്. ചെമ്മീൻ, രണ്ടിടങ്ങഴി. ഓക്കെ ഓക്കെ, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് രണ്ടാമത്തെ ബുക്ക് ഏതാന്നാ പറഞ്ഞത്? രണ്ടാമത്തെ ഏറ്റവും വലിയ ബുക്ക് ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഇസ് റോങ്ലി മാച്ച്ഡ്. തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓക്കെ, ഏതൊക്കെയാണ് അതിന്റെ തെറ്റ്? ഇത് കാണിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ്. സംസാരിക്കുന്ന ആള് സിസ്റ്റം ഇപ്പോൾ കാണിച്ചിട്ടാന്ന് പറഞ്ഞത്. ഓക്കെ ഫൈൻ. സോ നോക്കാം. കേരള കൗമുദി CV കുഞ്ഞിരാമന്റേതാണോ? ആണ്. ഇദ്ദേഹത്തിന് വേറൊരു പത്രം കൂടി ഉണ്ടായിരുന്നു. ഏതാ? ഇതേപോലെ പേരുള്ള ഒരു പത്രം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, ഈഴവ കൗമുദി എന്നാണ് പേര്. ഈഴവ കൗമുദി. കേരള കൗമുദി CV കുഞ്ഞിരാമൻ സ്റ്റാർട്ട് ചെയ്തു 1911-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. കൊല്ലത്ത് നിന്നാണ്. സമദർശി കുളംകുന്നത്ത് രാമൻ മേനോൻ ആണ് ഓണർ. അതിന്റെ എഡിറ്റർ ആയിരുന്നത് കുന്നത്ത് ജനാർദ്ദനൻ മേനോനാണ്. 1918 തിരുവനന്തപുരത്ത് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സമദർശി 1918 തിരുവനന്തപുരം. വിവേകോദയം ആരായിരുന്നു അതിന്റെ എഡിറ്റർ? കുമാരനാശനാണ്. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? അതിന്റെ ഓണർഷിപ്പ് ആർക്കായിരുന്നു? അത് SNDPയുടെ കീഴിൽ വന്നതല്ലേ? അല്ല, SNDPയുടെ മുഖപത്രമായിരുന്നു വിവേകോദയം. M ഗോവിന്ദനാണോ? അത് കുമാരനാശനും ഡോക്ടർ പൾപ്പും കൂടിയിട്ടല്ലേ? അതെ 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 അതെ. വേറെ എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. കുമാരനാശനാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. 1904 തിരുവനന്തപുരത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രത്തിന്റെ പേര്? യോഗനാഥം. ഓക്കെ, വെരി ഗുഡ്. ശരി, ഇനി നെക്സ്റ്റ് മിതവാദിയാണ്. മിതവാദി അത് കറക്റ്റ് ആണ്. മിതവാദി T ശിവശങ്കരനാണ്. അദ്ദേഹമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ എഡിറ്റർ ആരായിരുന്നു മിതവാദിയുടെ?
സഹോദരൻ അയ്യപ്പനായിരുന്നു. അത് യുക്തിവാദിയാണ്. മുക്കോത്തുകുമാരനല്ലേ? മൂർക്കോത്ത് കുമാരൻ 1907 പിന്നീട് ആ പത്രം വാങ്ങുകയും എഡിറ്റ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്ത വേറെ ആളാണ്. പേര് ഓർമ്മയുണ്ടോ? സി കൃഷ്ണനാണ്. 1913 കോഴിക്കോട് നിന്നാണ്. പിന്നീട് ആദ്യത് തലശ്ശേരിയിൽ നിന്നായിരുന്നു മിതവാദി ഇറങ്ങിയത്, പിന്നീട് കോഴിക്കോട് നിന്നിറങ്ങി. അന്ന് മുതലാണ് ശ്രീകൃഷ്ണനെ മിതവാദി കൃഷ്ണൻ എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങിയത്. ശ്രീകൃഷ്ണൻ അല്ല, സി കൃഷ്ണൻ മിതവാദി കൃഷ്ണനായത് 1913 മിതവാദി എന്ന പത്രം ടി ശിവശങ്കറിന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നതോടുകൂടിയാണ്. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ എക്സിസ്റ്റൻസ് ഇൻ ദി ഇയർ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതായത് സംഭവത്രേ ഉള്ളൂ. റിപ്പബ്ലിക് ആയി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഒഫീഷ്യലി നിലവിൽ വന്നു, കെയിം ഇൻ എക്സിസ്റ്റൻസ് എന്നാണ് അതിന്റെ അർത്ഥം. റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 6-ലാണ്. അപ്പോൾ എന്താണ് റിപ്പബ്ലിക് ദിനം, അതിന്റെ പിന്നിൽ എന്താണ്, എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്ന് അറിയാവുന്ന ആൾക്ക് എളുപ്പത്തിൽ ഉത്തരം ചെയ്യാം. ഓക്കെ, അടുത്ത. വിച്ച് ഓഫ് ദി ഫോളോയിങ് പേർ ഇസ് കറക്റ്റ്ലി മാച്ച്? താഴെ പറയുന്നതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത ഏതാണ്? വൈക്കം സത്യാഗ്രഹം 1924 അതറിയാം. ബാക്കിയൊക്കെ തെറ്റാണ്. ഇതില് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 3 ഒള്ളി എന്നുള്ള ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോ എന്നാണ് ചാന്നാർ അജിറ്റേഷൻ എന്നായിരുന്നു? നേരത്തെ പറഞ്ഞു, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്നായിരുന്നു? 1822 ആണ്. ഈഴവ മെമ്മോറിയൽ 1886 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1896 ആണ്. 1890. ആടായിരുന്നു ഈഴവ മെമ്മോറിയലിന്റെ പിന്നില് ഉണ്ടായിരുന്നത്? ഡോക്ടർ പൽപ്പു ആണ്. 1924-25 വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷമാണ്? 1931-32 വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്ഡ് ഇൻ ദി ഇയർ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഏത് വർഷമാണ്? 2005 ജൂൺ 15-നാണ്. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ കൂടുതൽ പറയാനില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോവൽ RTI കുറിച്ച് നിങ്ങൾ കൂടുതൽ നോക്കുക. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് കൂടുതൽ നോക്കുക. അതിനെ കുറിച്ച് ക്ലോസസ് ഒക്കെ ഉണ്ട്. ചിലപ്പം 4 സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ട് ഇത് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിക്കാം. കഴിഞ്ഞ LPക്ക് അങ്ങനെ ചോദിച്ചിരുന്നു. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള. അപ്പൊ RTI കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോവൽ പോർട്രേറ്റ് ദി ക്യാരക്ടർ മാധവൻ? മാധവൻ എന്ന കഥാപാത്രം ഉള്ളത് ഏത് നോവലാണ്? ഇന്ദുലേഖ. ഓക്കെ, ഓപ്ഷൻ സി ഇന്ദുലേഖയാണ്. ശാരദ ആരുടെ നോവലാണ്? ശാരദ ഇവരുടെ ചന്ദമേനോന്റെ നോവൽ തന്നെയാണ് ശാരദ. ശാരദയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാ? അതില് കഥാപാത്രം ഇല്ലല്ലോ, പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടല്ലോ, ഉണ്ടോ? അതൊരു സംഭാഷണം മോഡലാണ്. നാടകത്തിന്റെ ഒരു ഇതുപോലെയാണ് എഴുതിയിട്ടുള്ളത്. അതില് നോട്ട് കംപ്ലീറ്റഡ് അല്ലേ? അതെ, നോട്ട് കംപ്ലീറ്റഡ് ആണ്. പക്ഷെ അതങ്ങനെ ഒരാളുടെ പേര്, അയാളുടെ സംസാരം, പിന്നെ അടുത്ത പേര് വീണ്ടും, അങ്ങനെ ആ ഒരു ലെവലിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ശാരദയാണ് അതിലെ പ്രധാന കഥാപാത്രം. ശാരദയുടെ അച്ഛൻ രാമൻ മേനനുണ്ട്. പിന്നെ അവരുടെ ഒരു സേവകനായിട്ടുള്ള ഒരു ശങ്കരൻ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം വൈത്തിപ്പട്ടർ. അത് PSCക്ക് ചോദിച്ചിട്ടുള്ള. വൈത്തിപ്പട്ടർ ഏത് നോവലിലെ കഥാപാത്രമാണ്? വൈത്തിപ്പട്ടർ ഒരു പ്രായം ചെന്ന അവരുടെ ഒരു ഒരു ബുദ്ധിമാനായ ഒരാളാണ്, ഒരു കുതന്ത്രശാലിയാണ്.
വൈറ്റിപ്പട്ടർ. ഓക്കെ, നെക്സ്റ്റ് വൺ ചെമ്മീൻ. ചെമ്മീൻ ആരുടെയാണ്? എന്താന്ന് പറഞ്ഞേ? കേട്ടില്ല. ശാരദയുടെ അച്ഛന്റെ പേര് എന്താ പറഞ്ഞേ? രാമൻ മേനോൻ. മേഡം കല്യാണം ചെയ്യാൻ വേണ്ടിട്ട് അവര് മരണപ്പെട്ട് പോകുന്നുണ്ട്. അവര് വലിയ റോളൊന്നുമില്ല. ഓക്കെ, ചെമ്മീനിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാ? കറുത്തമ്മ, പളനി. ആ, കറുത്തമ്മയുടെ ആരാ? പളനി. ഹസ്ബൻഡ് അല്ലേ? അതെ അതെ. കാമുകന്റെ പേരെന്താ? ചമ്പൻകുഞ്ഞ്. ആ, പരീക്കുട്ടി. പരീക്കുട്ടി. ചെമ്പൻകുഞ്ഞ് ആരാണ് കറുത്തമ്മയുടെ? കറുത്തമ്മയുടെ അച്ഛനല്ലേ? ആ, അച്ഛനാണ് ചെമ്പൻകുഞ്ഞ്. അമ്മയുടെ പേരെന്താ? ചക്കി. ഓക്കെ, പിന്നെ സഹോദരിയുടെ പേരെന്താ? അമ്മ ആരാണ്? അമ്മ ചക്കി. ആ, സഹോദരിയുടെ പേര് പഞ്ചമി. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാന കഥാപാത്രം. ഇന്ദുലേഖ ചന്തുമേനോന്റെ തന്നെയാണ്. മാധവനാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. അതിലെ നായിക കഥാപാത്രം ആരാണ്? ഇന്ദുലേഖ തന്നെയാണ്. അതിലെ വില്ലൻ ആരാണ്? വില്ലൻ സൂര്യ നമ്പൂതിരിയാ? നമ്പൂതിരിയെക്കാളും അതിന് നേതൃത്വം നൽകുന്ന ആളായിരിക്കുമല്ലോ അതിന്റെ വില്ലൻ. നമ്പൂതിരിയെ ക്ഷണിക്കുന്ന ആരാ? ആ, പഞ്ചുമേനോനാണ്. പഞ്ചുമേനോൻ ഇവരുടെ മാധവന്റെ അമ്മാവന് ഇന്ദുലേഖയുടെ എന്താ അച്ഛന്റെ അച്ഛൻ അല്ലേ? എങ്ങനെ? ഇന്ദുലേഖയിലെ നായകൻ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ചോദിച്ച 8ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? മാധവൻ കേട്ടോ. മാധവനാണ് നായകൻ. ക്വസ്റ്റ്യന് ആരാ നായകൻ എന്നൊന്നും അല്ല കേട്ടോ ക്വസ്റ്റ്യൻ. ഒരു ക്യാരക്ടർ മാധവൻ എവിടുന്നേ ഉള്ളു ക്വസ്റ്റ്യനില്. ഓക്കെ, ഈ വേറെ ഉണ്ട്. മാധവന്റെ സഹോദരനുണ്ട്, ചിന്നൻ. ഓക്കെ, ഫൈൻ. യാത്ര എന്നുള്ളത് ഒരു നോവൽ അല്ല, ഒരു കഥാസമാഹാരമാണ്. ടി പത്മനാഭൻ കേരളത്തിൽ വളരെ പ്രശസ്തനായ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ് ടി പത്മനാഭൻ. നിരവധി അവാർഡുകൾ കിട്ടി. ഒരുപാട് അവാർഡുകൾ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം നിരസിച്ച ഒരാളാണ് ടി പത്മനാഭൻ. അദ്ദേഹത്തിന്റെ 13 ഷോർട്ട് സ്റ്റോറീസ് ഉള്ള ഒരു കളക്ഷനാണ് യാത്ര എന്നുള്ളത്. Okay, which of the article of Indian Constitution contains the right to constitutional remedies? Right to constitutional 32. remedies ഉള്ളത് B. ഏതിലാണ്? 32. Okay, option B, article 32 ആണ്. എന്താണ് article 30? article 30 എന്താ പറയുന്നത് അറിയാം? Okay, it's a right to minorities to establish and administer educational institutions എന്നാണ്. അതായത് ന്യൂനപക്ഷങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള അധികാരം. അതാണ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 25 വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ആർട്ടിക്കിൾ 25? മതസ്വാതന്ത്ര്യം. അതെ അതെ, ഫ്രീഡം ഓഫ് കൺസേൺസ് ആൻഡ് ഫ്രീ പ്രൊപ്പഗേഷൻ, പ്രൊഫഷൻ, പ്രാക്ടീസ് ഓഫ് റിലീജിയൻ ആണ്. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങൾക്ക് സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾക്കാവശ്യമായ അവകാശങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അതൊക്കെ അതിൽ പെടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. അതിന്റെ പേരൊന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഫൈൻ. Which committee suggested the idea of following fundamental duties? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഐഡിയ സജസ്റ്റ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. ഓക്കെ, ഇതിലെ ആൻസർ ഇതിൽ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. കാരണം 4 ഓപ്ഷനിലും ആ ആൻസർ ഇല്ല. സ്വരൻ സിംഗ് അല്ലേ? ആ, സ്വരൻ സിംഗിന്റെ കമ്മിറ്റിയാണ് പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്
അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ആദ്യം 10 ആയിരുന്നു, പിന്നീട് 86ാമത് അമെന്റ്മെന്റ് ആക്ടിലൂടെ ഒരു 11ാമത്തെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. ടോട്ടൽ 11 എണ്ണം ഉണ്ട്. ഒരു നോൺ എൻഫോഴ്സബിൾ ആണ്, അതായത് നമ്മൾ നിർബന്ധിപ്പിച്ച് ഒരിക്കലും ചെയ്യിക്കാൻ പാടില്ലാത്ത ഡ്യൂട്ടീസ് ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത്. ഇതിൽ ജവഹർലാൽ നെഹ്റു കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഇല്ല. പിന്നെ നെഹ്റു കമ്മിറ്റിയിൽ നെഹ്റു റിപ്പോർട്ട് എന്ന സംഭവമുണ്ട്. അത് മോത്തിലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിലെ ആദ്യത്തെ കമ്മീഷൻ പറഞ്ഞതിൽ സൈമൺ കമ്മീഷനാണ് ആദ്യത്തെ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞാല് ബ്രിട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളനി രാജ്യമായ ഇന്ത്യയിൽ ഭരണഘടന അനുസരിച്ചുള്ള ഒരു നിയമനിർമ്മാണവും പ്രവർത്തനവും നടക്കുമോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. അതിന്റെ ചെയർമാൻ ആയിരുന്നത് സർ ജോൺ സൈമൺ ആയിരുന്നു. ഈ കമ്മീഷന്റെ യഥാർത്ഥ പേര് ദി ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. അങ്ങനെ സൈമണിന്റെ പേരിൽ സൈമൺ ആയിരുന്നു എന്റെ ചെയർമാൻ, അതുകൊണ്ടാണ് ഇതിനെ സൈമൺ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. 1928 സൈമൺ കമ്മീഷൻ വരുന്നത്. 1928 ഇതിനെ തുടർച്ചയായിട്ടാണ് മോത്തിലാൽ നെഹ്റു കമ്മിറ്റി വരുന്നത്, അല്ലെങ്കിൽ നെഹ്റു റിപ്പോർട്ട് എന്ന് പറയും. നെഹ്റു റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് അത് മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സംഭവം എന്താ വെച്ചാല് സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാരെ എതിർത്തു, കാരണം അതിൽ ഒരാൾ പോലും ഇന്ത്യക്കാരനില്ല. അപ്പോൾ അന്നത്തെ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ആയിരുന്ന ലോർഡ് ബിർക്കൻഹെഡ് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാന്ന്. അങ്ങനെ ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് 1928 തന്നെ വിളിക്കുകയും അതേ വർഷം തന്നെ ലക്നോ സെഷൻ 1928 ഓൾ പാർട്ടി കോൺഫറൻസിൽ ഒരു പുതിയൊരു ഡ്രാഫ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്തു. അതിനെയാണ് നമ്മൾ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ നെഹ്റു റിപ്പോർട്ട് എന്ന് പറയാം. മോത്തിലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഹെഡ്. അതിന്റെ സെക്രട്ടറി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കമ്മീഷന്റെ സെക്രട്ടറി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യക്കാരിൽ നിന്ന് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ടാണ് നെഹ്റു റിപ്പോർട്ടിനെ അല്ലെങ്കിൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിനെ കാണുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി സ്വാതന്ത്ര്യാനന്തരം പുതിയൊരു പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരികയും അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, അതിന്റെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഫംഗ്ഷൻ, ഒരു നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്ത്, അതായത് ഒരു ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്, അതായത് ഒരു എല്ലാ അധികാരവും കേന്ദ്രത്തിൽ നിൽക്കാതെ സ്റ്റേറ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ പഞ്ചായത്ത് തലത്തിലും കൂടി അധികാര പരിധികളും അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയും കൊണ്ടുവരിക എന്നൊരു അർത്ഥത്തിൽ ആണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിന് നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. Okay, fine. Next question. Who was firstly proposed Mahatma Gandhi National Rural Employment Guarantee Act? ഓക്കെ, ഓപ്ഷൻ എ ആണ് പി വി നരസിംഹറാവ്. എന്താണ് ഈ സംഭവം? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഒരു ദിവസത്തെ തൊഴിലിന് എത്ര രൂപ കിട്ടുന്ന കേരളത്തില്? 299 പണ്ടായിരുന്നു. 300 സംതിങ് ആണോ? 343 333 സംതിങ് ആണ്. ഓക്കെ, ഇത് ആദ്യമായിട്ട് ഇതിന്റെ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് പി വി നരസിംഹറാവു ആണ്. അദ്ദേഹം 1991 388 ഉണ്ട്. 340 എത്രയാണ് മുമ്പ് ഞാനൊരു ക്ലാസ്സിൽ കേട്ടിരുന്നത്. 30യോ 40യോ. ഓക്കെ 343 സംതിങ് ആണ്. ഓക്കെ, ഫൈൻ. സോ എന്തായാലും 1991 പി വി നരസിംഹറാവു ആണ് എന്ത് ചെയ്തത്,
ഇതിട്ടത്, മീൻസ് പ്രൊപ്പോസ് ചെയ്ത്. പിന്നീട് അത് ഇംപ്ലിമെന്റ് ചെയ്ത 2005 ഓഗസ്റ്റില് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്താണ് അത് ആക്ടായിട്ട് പാസ്സാവുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ 2006-ലാണ്. ഓക്കെ, ആദ്യം ഇതിന്റെ പേരിൽ മഹാത്മാഗാന്ധി എന്നില്ലായിരുന്നു കേട്ടോ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നുണ്ടായിരുന്നു, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പിന്നെയാണ് അതിൽ മഹാത്മാഗാന്ധി എന്ന് കൂടി ചേർത്ത്. ഓക്കെ, ഹൂ ഈസ് നോൺ ആസ് ദി ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ? തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിളിക്കപ്പെടുന്ന ആരെ? അക്കാമച്ചെറിയാൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഝാൻസി റാണി എന്ന് വിളിക്കാനുള്ള കാരണം, അല്ലെ ആരാണ് അവരാദ്യമായിട്ട് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിളിച്ചത്? ആരാണ്? ഓക്കെ, അക്കാമച്ചെറിയാൻ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ലീഡേഴ്സ് ഒക്കെ അറസ്റ്റിലാവുകയും കേരള ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുകയും ചെയ്ത സമയത്ത് 20,000-ഓളം വരുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തമ്പാനൂർ നിന്നും കവടിയാർ കൊട്ടാരത്തിലേക്ക് അന്നത്തെ രാജാവിനെ നോട് ഇതിന്റെ ഒരു പരിഹാരം കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു സ്ട്രൈക്ക്, ഒരു സമരം, അതിനെ പോലീസ് തടയുകയും ബ്രിട്ടീഷ് പോലീസ് വെടിവെക്കാൻ വേണ്ടി ഉത്തരവിടുകയും ചെയ്തപ്പോൾ അതിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന അക്കാമച്ചെറിയാൻ പറഞ്ഞു, ഐ ആം ദി ലീഡർ, ഞാനാണ് ഇതിന്റെ നേതൃത്വം, ഷൂട്ട് മീ ഫസ്റ്റ് ബിഫോർ യു കിൽ അതേഴ്സ്, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരവിടെ സ്തംഭിച്ചു പോവുകയും ആ ഒരു ഓർഡർ പിൻവലിക്കുകയും അങ്ങനെ പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തി അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പൊ അത് ഗാന്ധിജി അത് കേട്ടപ്പോൾ ഗാന്ധിജി പറഞ്ഞതാണ് അക്കാമച്ചെറിയാൻ ആരാണ്? ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണിയാണ് അക്കാമച്ചെറിയാൻ എന്നുള്ളത്. ഓക്കെ, next question. Which of the following statements are true in relates to Kodungallur Kunyikuttan Thambura? His actual name was Ramavarma. He was popularly known as Kerala Ibsen. He has been called the father of modern Malayalam literature. He was the son of Venmani Achan Nambudiri. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്? ഓക്കെ, ഓപ്ഷൻ ബി 1, 4 കറക്റ്റ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നായിരുന്നു. വീട്ടിൽ വിളിച്ചിരുന്ന പേരാണ് കുഞ്ഞിക്കുട്ടൻ. കേരള ഇബ്സൻ എന്നല്ല അദ്ദേഹം അറിയപ്പെടുക. പിന്നെ എന്താണ് അറിയപ്പെടുക? കേരള എന്ത് പേരിൽ അറിയപ്പെടുന്ന അറിയോ? ഓക്കെ, അദ്ദേഹം കേരള വ്യാസൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം മഹാഭാരതം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതായത് 874 ദിവസങ്ങൾ കൊണ്ട് മലയാളത്തിലെ ഭാഷാഭാരതം എന്ന പേരിൽ മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തു. അതേ വൃത്തത്തിലും അതേ പദങ്ങൾ പരമാവധി ആ ഒരു പദകോർവയിലൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള വ്യാസൻ എന്ന് വിളിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാട് എന്നാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 1 and 4 ആണ് ശരി. ആരാണ് ഫാദർ ഓഫ് മോഡേൺ മലയാളം ലിറ്ററേച്ചർ? ആർക്കും അറിയില്ല? വളരെ ബേസിക് ക്വസ്റ്റ്യൻ അല്ലേ? ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു എങ്ങനെയാണ് മലയാളം ലിറ്ററേച്ചറിന്റെ ഫാദർ ആവുക? എഴുത്തച്ഛൻ. അല്ലല്ല, എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മലയാള സാഹിത്യ ഫാദർ ഓഫ് മോഡേൺ മലയാളം ലിറ്ററേച്ചർ ആണ്. റിനൈസൻസിന്റെ ലീഡറാണ് ശ്രീനാരായണ ഗുരു. ഓക്കെ, okay, fine. Then who is the present Supreme Court Chief Justice? For question number 14. D.Y. Chandrachud. നമ്മൾ എപ്പോഴും ഇതിൽ കേൾക്കുന്നതാണ് വാക്കുകൾ.
CGI എന്ന് പറയും, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. CJI. ഓക്കെ, യു ലളിത് കഴിഞ്ഞ തവണത്തെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഇസ് സെലിബ്രേറ്റഡ് ഓൺ. എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ? ഡിസംബർ. അതായത് നമ്മുടെ ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇത്രയും മാസങ്ങൾ എന്ത് ചെയ്യണം, അതിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നോക്കിപ്പോണം. നമ്മുടെ എക്സാം ഒരു മെയ്യിലൊക്കെ നടക്കുന്നുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 5 മാസങ്ങളായിരിക്കും പ്രധാനമായിട്ട് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്. ആ ഒരു മാസങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ സ്റ്റാർട്ടഡ് ആൻ ഇംഗ്ലീഷ് സ്കൂൾ അറ്റ് മട്ടാഞ്ചേരി ഇൻ 1818? 1818 മട്ടാഞ്ചേരിയിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ഓക്കെ, റവറൻ ഡൗസൺ ആണ്. ഡൗസൺ ഏത് മിഷണറി ആണ്? ഏത് മിഷണറി ആണ് ഡൗസൺ? ബാസിൽ ഇവാഞ്ചലിസ്റ്റ്. അല്ല, നമ്മൾ സ്ഥലം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. മട്ടാഞ്ചേരി ഭാഗം ആരുടെ അണ്ടറിലായിരുന്നു? കേരളത്തിൽ പ്രധാനമായിട്ട് 3 മിഷണറികളാണ് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, മലബാർ. ഈ 3 മേഖലയിൽ 3 മിഷണറി ആയിരുന്നു. അപ്പോൾ മട്ടാഞ്ചേരി തിരുക്കൊച്ചിയിലായിരുന്നു. തിരുക്കൊച്ചിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഏത് മിഷണറിയാ? CMS, ചർച്ച് മിഷൻ സൊസൈറ്റി. തിരുവിതാംകൂർ ഭാഗത്തോ ആരാണ്? ആരും പറഞ്ഞു അതോ കേൾക്കുന്നില്ല? എന്താണ്? തിരുവിതാംകൂർ ഭാഗത്ത് ആയിരുന്നു? LMS ആണ്. LMS എന്താ? LMS നിങ്ങൾ പറയാത്തോണ്ടാണോ ഞാൻ കേൾക്കാത്തോണ്ടോന്ന് അറിയില്ല. LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണ് കേട്ടോ. മലബാർ ഭാഗത്ത് ആരായിരുന്നു? ആര്? ഓക്കെ, മലബാർ ഭാഗത്ത് BEM, ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി. അതൊന്നുകൂടെ പറയാ. CMS എവിടെയായിരുന്നു? CMS പ്രധാനമായിട്ടും കോട്ടയം മുതൽ അങ്ങോട്ട് എറണാകുളം വരെയുള്ള ഭാഗങ്ങൾ, തിരുക്കൊച്ചിയുടെ, തിരുവിതാംകൂറിന്റെ കുറച്ച് ഭാഗങ്ങളായിരുന്നു CMS. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് റവൻ ഡൗസൺ. തിരുക്കൊച്ചി രാജാവിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയാൻ കഴിയില്ല, അവരുടെ ഒരു സഹായത്തിലാണ് ഈ ഒരു സ്കൂൾ തുടങ്ങുന്നത്. ആദ്യമായിട്ട് തുടങ്ങിയത് ആരാണ്? അർണോസ് പാതിരി ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് സ്കൂള്. ഇതാണ് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ എന്നാണ് പറയുന്നത്. പക്ഷെ BEMന്റെ സെന്റ് ഫ്രാൻസിസ് സ്കൂളോ അങ്ങനത്തെ ഒരു സ്കൂള് ചേർന്നില്ല. ഫസ്റ്റ് ഇംഗ്ലീഷ് സ്കൂളായിട്ട് പരിഗണിക്കുന്നത് 1812 സംതിങ് ആണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഓക്കെ, ഇത് റവൻ ഡൗസൺ ആണ് കേട്ടോ. മലബാർ ഭാഗത്ത് BEM. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ചൈൽഡ് ലൈൻ? ചൈൽഡ് ലൈന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? ഓക്കെ, ഓപ്ഷൻ എന്താണ്?
ബിയോ? ഓപ്ഷൻ ബി ആണ്. 1 3 അല്ലേ ശരി? ഒന്ന് മൂന്ന്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഇങ്ങനെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്, ഇതിനെ കുറിച്ച് ചോദിക്കും. ചൈൽഡ് ലൈൻ നമ്മൾ ഇത് ഒരു ഒരു NGO ആണ്, നോൺ ഗവേണിംഗ് ഓർഗനൈസേഷൻ ആണ്. ആക്ച്വലി ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ CIF എന്നാണ് പറയാം. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് പ്രൊഫസർ ജെറോ ബില്ലിമോർ. അത് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 3, ദി ക്രെഡിറ്റ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ചൈൽഡ് ലൈൻ ഗോസ് ടു പ്രൊഫസർ ജെറോ ബില്ലിമോർ. അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ ഒരു ടീച്ചറായിരുന്നു. അദ്ദേഹം 1996 സ്ഥാപിക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള സെക്കൻഡ് ഓപ്ഷൻ 1998 ആണ്, അത് തെറ്റാണ്. 1996 വന്നത്, അതുകൊണ്ടാണ് ഓപ്ഷൻ 2 തെറ്റാവുന്നത്. ഇതിന്റെ ടോൾ ഫ്രീ നമ്പർ എന്നുള്ളത് 1092 അല്ല, 988. അതാണ് 4ാമത്തെ ഓപ്ഷൻ തെറ്റാനുള്ള കാരണം. ഇത് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, അതായത് സ്ത്രീകളുടെയും ശിശു ക്ഷേമ മന്ത്രാലയത്തിന്റെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1908. അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ടാണ് ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ ആണ് ഇന്ത്യയിൽ മുഴുവനും ഈ ഒരു നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോളുകൾ അറ്റൻഡ് ചെയ്തും അതിനു വേണ്ടിയുള്ള പ്രാഥമിക സ്റ്റെപ്പുകൾ എടുക്കുന്നതല്ല. അവർക്ക് ഓരോ സ്റ്റേറ്റിലും ഓരോ ജില്ലയിലും വ്യത്യസ്തങ്ങളായ ആളുകളായിട്ടായിരിക്കും അസോസിയേഷൻ ഉണ്ടാവുക. കോഴിക്കോട് ഭാഗത്തേക്ക് ഫറൂഖ് കോളേജ് ആണ് ഇതിന്റെ നോഡൽ ഏജൻസി ആയിട്ടുള്ളത്. അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഇവരെ ഹെൽപ്പ് ചെയ്യുക. നോഡൽ ഏജൻസി ഉണ്ടാവും, അതുപോലെ തന്നെ ഇവരുടെ ഒരു ഹെൽപ്പിംഗ് ഏജൻസീസ് ഉണ്ടാവും. പിന്നെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ലൊയാള കോളേജ് ആണ്. എറണാകുളം ഭാഗത്ത് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് ആണ് ഇതിനെ ഇവരെ ഹെൽപ്പ് ചെയ്യാം. മാത്രമല്ല ഒരു യുണൈറ്റഡ് നേഷൻസിലെ ഒരു ചൈൽഡ് റൈറ്റ് കൺവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആക്ടിന്റെ റെസ്പോൺസ് ആയിട്ട് കൂടി ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ കോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഹു ഈസ് ദി പ്രസന്റ് UPSC ചെയർമാൻ ഓഫ് ഇന്ത്യ? ആരാണ്? മനോജ് സോണി. C ആണ്, മനോജ് സോണി ആണ്. Okay, the following concept in India were borrowed from different countries. Which of the following are truly matched? ഇത് കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത്തവണ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതിലെ ഇൻഫർമേഷൻസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇതിൽ കറക്റ്റ് ഓപ്ഷൻ C3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ബ്രിട്ടൻ. കറക്റ്റ്. ക്വാസി ഫെഡറൽ കാനഡ ശരിയാണ്. ഇതിൽ ഓപ്ഷൻ A ആണ് കേട്ടോ കറക്റ്റ്. അത് 3ഉം 4 ആണ് കറക്റ്റ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ബ്രിട്ടനിൽ നിന്നല്ല എടുത്തത്, പിന്നെയോ അമേരിക്ക. US നിന്നാണ്. റൂൾ ഓഫ് ലോ എവിടെ നിന്ന് എടുത്തത്? അത് ബ്രിട്ടൻ അല്ലേ? ബ്രിട്ടൻ. അങ്ങനെ തിരിഞ്ഞു പോയി. റൂൾ ഓഫ് ലോ ബ്രിട്ടനും ഫണ്ടമെന്റൽ റൈറ്റ്സ് US. കൺകറന്റ് ലിസ്റ്റും ക്വാസി ഫെഡറൽ ഗവൺമെന്റും യഥാക്രമം ഓസ്ട്രേലിയ കാനഡ നിന്നാണ് എടുത്തത്. ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഒരു കാര്യങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം കേട്ടോ. അതിന്റെ ഒരു നോട്ട് കൂടി ഞാൻ ആഡ് ചെയ്തേക്കാം. ഓക്കെ, ഈ ഒരു പാർലമെന്ററി ഗവൺമെന്റ് സിസ്റ്റം, ബൈക്യാമറലിസം, ക്യാബിനറ്റ് സിസ്റ്റം, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ എടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനാണ്. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, മെമ്പേഴ്സ് നോമിനേഷൻ ടു ദി രാജ്യസഭ ബൈ ദി പ്രസിഡന്റ്, ഇതൊക്കെ എവിടെ നിന്ന് എടുത്തോ? ബ്രിട്ടൻ തന്നെ അല്ല, ഇത് അയർലൻഡിൽ നിന്ന് എടുത്തോ. അയർലൻഡാണ്. ഓക്കെ, ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ എടുത്തത് എവിടെ നിന്നാണ്? അമേരിക്ക. ഓക്കെ, ഇനി ഒരു ഫെഡറലിസം എന്നുള്ളൊരു കൺസെപ്റ്റ്, സെൻട്രിഫ്യൂഗൽ ഫോം ഓഫ് ഫെഡറലിസം, പിന്നെ റെസിഡറി പവേഴ്സ് വിത്ത് ദി സെന്റർ, ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അഡ്വൈസറി ജുറിസ്ഡിക്കേഷൻ ഓഫ് ദി സുപ്രീം കോടതി, ഇതൊക്കെ എവിടെ നിന്ന് എടുത്ത? കാനഡ ആണ്. കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ ജോയിന്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ്, ഇതൊക്കെ എവിടെ നിന്ന്?
ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ പ്രിയാമ്പിൾ പറയുന്നത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് റഷ്യ. പൊളിറ്റിക്കൽ. ഇതൊക്കെ എടുത്ത് റഷ്യ എന്നാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഇതൊക്കെ എടുത്ത് എവിടുന്നാണ്? ഫ്രാൻസ്. ഫ്രാൻസ്. ഓക്കെ. അടിയന്തരാവസ്ഥ ജർമ്മനി. അല്ലല്ല, അമെന്റ്മെന്റ് എടുത്തത് എവിടുന്നാണ്? ദക്ഷിണാഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയാണ്. എമർജൻസി സിറ്റുവേഷനിൽ ഫണ്ടമെന്റലൈസ് സസ്പെൻഡ് ചെയ്യുന്നത് എടുത്തത് എവിടുന്നാണ്? ജർമ്മനി അല്ലേ? ജർമ്മനിയാണ്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എവിടുന്ന് എടുത്തു? കൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഓക്കെ, അത് ജപ്പാനിൽ നിന്നാണ് എടുത്തത് കേട്ടോ. Last, Untouchability Offences Act came into existence in India. സാർ അതിലെ 4ാമത്തെ ഓപ്ഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാവോ? കോസി ഫെഡറൽ ഗവൺമെന്റ് എന്നുള്ള എന്താണ് സംഭവം? കോസി ഫെഡറൽ ഗവൺമെന്റ് സിസ്റ്റം അത് എടുത്തിട്ടുള്ളത് അത് മലയാളം എന്താ സാറേ? അതിന്റെ മലയാളം എന്താ കറക്റ്റ് പറയാ? അതായത് 2 സ്റ്റേറ്റ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ കോസി ഫെഡറൽ എന്ന് പറയാ. 2 സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഉണ്ടാവും. ഓക്കെ. എന്താ മലയാളം എന്ന് ചോദിച്ചാല് നോക്കേണ്ടി വരും. അർദ്ധ ഫെഡറൽ എന്നാണ്. കംപ്ലീറ്റ് ഫെഡറലിസം അല്ല, സ്റ്റേറ്റിനും കൂടി എന്തുണ്ട്, അധികാരങ്ങളൊക്കെ ഉള്ള ഒരു തരം ഫെഡറലിസം ആണ് ഇന്ത്യയുടെ. ഓക്കെ, ഇനി ഓപ്ഷൻ ഏതാണ് 20 അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട്? സാറേ അപ്പൊ ഇന്ത്യ കോസി ഫെഡറൽ ആണ്. അതെ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 1952 ജൂൺ 1 ആണ്, ജൂൺ 1-നാണ് അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് എന്ന് പറഞ്ഞാല്. ഓൾറെഡി നമ്മുടെ ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷസ് ദി പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി. പക്ഷെ ഇതിന് ശിക്ഷകളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 1955 പണിഷബിൾ ഒഫൻസ് ആയിട്ട് അൺടച്ചബിലിറ്റി മാറ്റിയത്. അതിനുവേണ്ട പെനാൽറ്റീസ് ഒക്കെ എൻഫോഴ്സ് ചെയ്തു. അതാണ് 1955 അൺടച്ചബിലിറ്റി ഓഫൻസ് ആക്ട്. പിന്നീട് ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ 2, 1976. അതിന്റെ റീനെയിം ചെയ്തിട്ടുണ്ട്. ഇത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാണ് ഇതിന്റെ നിലവിലുള്ള പേര്. അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് ഇപ്പൊ അറിയപ്പെടുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഇതില് പറയാനുള്ളത്. എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹ്യൂമൻ റൈറ്റ്സ് ഡേ എപ്പോഴായിരുന്നു പറഞ്ഞേ? ഡിസംബർ 10. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ് ഉണ്ടോ സാർ? ക്ലാസ്സുകൾ നമ്മള് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് അക്കാഡമിയുടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കോഴ്സ് മുമ്പേ തുടങ്ങിയതാണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അഡ്മിനുമായിട്ടൊന്ന് ബന്ധപ്പെടുക കേട്ടോ. ഇനി UPക്ക് മുമ്പായിട്ട് എത്ര ക്ലാസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അഡ്മിനുമായിട്ടൊന്ന് ബന്ധപ്പെടുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാല്ലാ പഠിക്കുക. ഇനി നമുക്ക് UP എക്സാം വരികയാണ്. അതിൽ സ്കോർ ചെയ്യാൻ കഴിയട്ടെ, അതിന് സഹായകമാകും ഈ ഒരു ക്ലാസ് എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. താങ്ക് യു.